മുകേഷ്, ജഗതി, നെടുമുടി വേണു, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ മാണിക്യച്ചെമ്പഴുക്ക എന്ന ചിത്രത്തിലെ സൂപ്പർ ഹിറ്റ് കോമഡി. ഒരു ബദാം ജ്യൂസ് കൊണ്ടുവാ. ഒരു ബൂസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് നേരത്രായി. വീഴ്ച നിൽക്കാതെ പോയി ജ്യൂസ് കൊണ്ടുവാടി. ജ്യൂസ് എടുക്കും. ബൂസ്റ്റ് എടുക്കാതെ ജ്യൂസ് എടുത്താ വിവരം അറിയും. കളിക്കരുത്. നീ പോടാ തൃണമേ. എന്ത് വിളിക്കേ? തൃണം തൃണം പുൽ പുൽ. പുല്ലിന് ഇങ്ങനെ ഒരു വൃത്തിയിട്ട പേരുണ്ടോ? ഉണ്ട്. താനിട്ടതല്ലേ? അതെ, ഞാനിട്ടതാ. ഈ പുല്ലാണോ മരമാണോ പറഞ്ഞ അനുസരിക്കുന്ന ഇപ്പൊ അറിയാം. പോയി ജ്യൂസ് കൊണ്ടുവാടി. പോയി ബൂസ്റ്റ് കൊണ്ടുപാടി. എടീ, ഞാൻ പറഞ്ഞ അനുസരിക്കുന്നോ ഇയാള് പറഞ്ഞ അനുസരിക്കുന്നോ എന്ന് എനിക്ക് ഇപ്പൊ അറിയണം. എടീ, ഞാൻ പറഞ്ഞ അനുസരിക്കുന്നോ അതോ ഇവൻ പറഞ്ഞ അനുസരിക്കുന്നോ എനിക്ക് ഇപ്പൊ അറിയണം. പോയി ജ്യൂസ് കൊണ്ടുവാടി. പോയി ബൂസ്റ്റ് എടുത്തോണ്ട്. പോയി ജ്യൂസ് കൊണ്ടുവാടി. ബൂസ്റ്റ് എടുത്തോണ്ട്. പോയി ജ്യൂസ് കൊണ്ടുവാടി. എന്തോന്നായത്? നേരെ വെളുത്തപ്പത്തോട്ട് ഒരു പെങ്കൊച്ചിനെ കൊണ്ടുള്ള ജോലി ഇല്ലേ ജയിക്കുന്നോ? കൊണ്ടുപോടുന്ന മോൾ ഈ ജോലിയൊന്നും ചെയ്യണ്ട. ഇനി പോരും. വാ. എന്റെ ഈ കാലിന് ഭയങ്കര വേദന. ഒന്ന് തടയി തരുമോ? അവിടെ ഇരിക്കേ. ആ, അതെ, ഇവിടെ അവിടെ തന്നെ. ഓ, ഒന്ന് അമർത്തി തടവടി വെച്ചേ. ജ്യൂസ് മേശപ്പുറത്ത് വെക്കേ. வக்கீல் சார் கூப்பிடுறாரு. கூப்பா? வக்கீல் சார் கூப்பிடுறாரு. கூப்பிடு. வக்கீல் சார் கவுன் இடாருல்ல. அடச்சி, சூத்த சோம்பேறி பசங்களா. கூப்பிடுறதுன்னா தெரியல, சாப்பிடுறதுன்னா தெரியுதா? தெரியா தெரியா சாப்பாடுற மக்களா. வாயாங்கிட்ட ചേട്ടാ, വക്കീൽ ഒരു പണിയില്ല. ടേസ്റ്റ് വക്കീല് വേട്ടയ്ക്ക് വിളിച്ചതാണോ? ഞങ്ങൾ ഇത്തരം ചീപ്പ് പരിപാടികൾക്ക് പോകാറില്ല. ആ ചട്ടി എടുക്ക. ആ ചട്ടി എടുക്കാൻ. ഞാൻ വാരിക്കുഴി അശോകന്റെ അളിയനാണ് പെരുവഴി. ആരായാലും ചട്ടി എടുക്കൂ. താനാ കാർ കഴുകുക. ഞാൻ അശോകന്റെ മൂത്ത അളിയനാ. സത്യഭാമയുടെ തനിക്ക് ബൂസ്റ്റ് വേണം. എനിക്ക് ബദാം ജ്യൂസാ. എനിക്കാണ് ബൂസ്റ്റ്. ആദ്യം മേലണെങ്കിൽ പണിയെടുക്കാൻ പഠിക്കണോ. മുടിഞ്ഞ ഏർപ്പാടായി പോയി. എന്താ പറഞ്ഞേ? എടുക്കടാ ചട്ടി. ബൂസ്റ്റ് വേണം അല്ലേ? പണിയെടുക്കണോ. അതല്ല ഇത്. വലിയ വക്കീൽ സാർ, ഒരു സംശയം ചോദിച്ചോട്ടെ? വാസ്തവത്തിൽ ഇത് പൊട്ടുന്ന തോക്കാണോ? വാസ്തവത്തിൽ പൊട്ടുന്ന തോക്കാണോ? തട്ടി പൊട്ടി. വക്കീലേ, പെരുവഴി ലാലിച്ചൻ തോക്കിനും ലാത്തിക്കും തോറ്റിട്ടില്ല. ഇറങ്ങി വാടോ. ഇറങ്ങി വാടോ കീലേ. ഇറങ്ങി വാടോ. എന്താണ് ഇവിടെ? വക്കീല് 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 പ്രത്യക്ഷപ്പെട്ടത്. നാട്ടില് ചങ്കും കരള് പോലെ കഴിഞ്ഞതിന് ഞങ്ങളെ തമ്മിലടിപ്പിക്കാനാണ് ഇവിടെ കൊണ്ടുവന്നത്. കേസില്ലാത്ത താനെന്തിനാ മേളിൽ കയറി നിൽക്കുക? ഇനി താഴോട്ട് ഇറങ്ങി വാടോ. വാടോ. വിളി കേട്ട അതാ വക്കീല് വരുന്നത്. தண்ணியா போட்டுக்கிட்டு வந்து கலாட்டாவா பண்றீங்க? போக வெளியில. ആരാടാ ചോദിക്കാം? പോടാ നീർക്കോലി. பரமாக்கி. അല്ല, മലയാളിയാണോ? എന്നിട്ടാണോ ഇത്രയും നാള് തമിഴ് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിച്ചത്? താനാണല്ലേ ഇവിടുത്തെ മെയിൻ സ്വിച്ച്. ഞങ്ങളെ തമ്മിൽ പിരിക്കാൻ ഒരു കാലത്ത് നോക്കണ്ട. ലോകത്തിലെ ഒരു ശക്തിക്ക് ഞങ്ങളെ പിരിക്കാൻ സാധ്യമല്ല. അയ്യോ, പോയി പകരം ചോദിക്കും. എടോ വീറ വക്കീലേ, ഞങ്ങൾ അളിയന്മാര് നാട്ടിൽ സുഖമായിട്ട് കഴിയുന്ന കണ്ടപ്പോ തനിക്ക് സൂചിച്ചില്ലല്ലേ? അശോക പോയടാ. നീ നാട്ടിൽ ഞങ്ങളെ കൊണ്ടൊരു മുട്ടുചൂചി പോലും കുഴിഞ്ഞെടുക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ? ഈ പകൽ തോക്ക് ചൂണ്ടി ഞങ്ങളെ കൊണ്ട് അടിമപ്പണി ചെയ്യിച്ചു റാസ്കൽ. ഞങ്ങൾ ഇതേപോലെ ദേഹമനങ്ങി പണി ചെയ്ത് ശീലിച്ചിട്ടില്ല. വെള്ളം വാങ്ങി വെച്ചേരെ മഞ്ഞപ്പക്കി. ഇത് ഞങ്ങളുടെ അശോകരളിയന്റെ വീടാ. എന്താ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടു. അടുത്ത വേഷം പ്രത്യക്ഷപ്പെട്ടു. സ്വർണ്ണത്തള്ള. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സ്ത്രീധനം വേണ്ടാന്ന്. അവിടെ താമസിക്കാതിരുന്നില്ലേ? ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? അതിലും ഭേദമാ ചക്കാട്ടുന്നത്. എന്റെ നട്ടു പൊടിഞ്ഞു. സാധനം നിങ്ങൾക്കുണ്ടോ? കുടിച്ചിട്ട് തെറി വിളിക്കുമ്പോ ആലോചിക്കണമായിരുന്നു. ലേശം കുടിച്ചാൽ തെറി പറയാൻ പറ്റുമെന്ന് അനിയനല്ലേ പറഞ്ഞത്? ഇതിനൊക്കെ മാറി വക്കീലാണ് കാരണം. എന്റെ കർത്താവേ, പൊള്ളി. എന്റെ സുമി, നീ ആ രാജവല്ലിയെ സൂഹിപ്പിച്ച് കയ്യിലെടുത്തിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. നിങ്ങള് രാത്രി കള്ളും കുടിച്ചിട്ട് വന്ന് സാഹിത്യം പറയുമ്പോ ഓർക്കണായിരുന്നു.
ആങ്കിക്കുത്തുന്ന വർത്തമാനം പറയാതെ സുമി. അന്നേരത്തെ ആവേശത്തിന് ഞാനൊരു പ്രതികാര കുതുകിയായി പോയി. ചക്കാട്ടേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല. നീ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ നിങ്ങളീ പറയുന്നത്? മൈലാഞ്ചി പുരട്ടാ അറിയാം? ഓ, ഇനി ഈ ശരീരത്ത് മൈലാഞ്ചി പുരട്ടാത്തിന്റെ കുറവേ ഉള്ളൂ. എനിക്കല്ല, പിന്നെ കുഴി പോയ കുഴിതാഹോളം നിന്റെ അമ്മൂമ്മയ്ക്ക്. ദേ എന്റെ അമ്മയ്ക്ക്. എടി മരക്കഴുതേ, ഇവിടെ മൈലാഞ്ചി അരച്ച് പുരട്ടുന്ന ആരാ? ആരാ? രാജവല്ലി. അവരങ്ങനൊക്കെ പറയും. ഈ കണ്ണി കണ്ട ക്രീമൊക്കെ തേച്ച് ശരീരം ചീത്തയാക്കണ്ട. ഞാൻ പറയുന്നത് കേക്ക്. ഈ ചന്ദനവും മഞ്ഞളും കൂടെ ദേഹത്തങ്ങോട്ട് തേച്ച് കുളിച്ചാലുണ്ടല്ലോ, മോഹമൊക്കെ നല്ല ചുമാന്ന് വരും. പണ്ടത്തെ ആൾക്കാരുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം അതല്ലേ. ആഹാ, ഇവിടെ വന്നിരിക്കായിരുന്നല്ലേ. ഞാൻ ഈ മൈലാഞ്ചിയായിട്ട് എവിടെയൊക്കെ തിരക്ക് കിടക്കായിരുന്നു. ഇങ്ങോട്ട് എഴുതി പോന്നെ. എന്തിനാ നാത്തൂനെ അന്വേഷിക്കുന്നത് എന്തിനാണെന്ന് മോക്കറിയാം അല്ലേ മോളെ? അയ്യടാ ഒരു നാത്തൂൻ. എന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഓ ഇഷ്ടപ്പെട്ടു. മോൾ ഇതൊന്നും കാര്യമാക്കണ്ട. അയ്യോ വേണ്ടെന്ന്. ഞാൻ ഇത്തരം മോളെ. ആ കൊച്ചിന്റെ ശരീരത്തിലുള്ള മൈലാഞ്ചി ഒക്കെ ഇട്ട് ചീത്തയാക്കണ്ട. കൊണ്ടുപോയി കൊണ്ടുപോകാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ. ശല്യമായല്ലോ. ചെല്ല് മൈലാഞ്ചി കൊണ്ട് നാത്തൂനെ സേവിക്കാൻ. നീ ചെല്ല്. അളിയത് ഞാനാ. അയ്യോ ഇതെന്ത് വേഷം? മേളിലിരുന്ന് ഒരു പഴയ പെട്ടി കുത്തി പൊളിച്ചപ്പോ കിട്ടിയതാ. നിറച്ച് കോട്ട് ഉരുപ്പുണ്ട്. അളിയമ്മനെ ഒരെണ്ണത്ത് ഫിറ്റ് ചെയ്തോ. നമ്മുടെ അന്തസ് കലർത്തണ്ടേ. അന്ന് പോലീസിന്റെ ഇടി മാല പൊട്ടിച്ച പോലീസൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഇതെങ്ങനുണ്ട്? അസൽ ബഫൂൺ. ഓ വരുന്നു. അളിയ ഇതെങ്ങനെയുണ്ട്? കൂട്ടുമാറാ. നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും ഞാൻ കാത്തു സൂക്ഷിക്കളിയ. ഞാനും. അളിയ നിഷ്പക്ഷമായിട്ട് പറ, എങ്ങനുണ്ട്? കൊള്ളാം. ഈനാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. വെച്ചതാ. വെരി ഗുഡ് വെരി ഗുഡ്. വെൽ ഡൺ. മിടുക്കി. അവിടെ ഇരിക്കട്ടെ. എന്നാ വിലയാ കൂടുന്നോ? ചീട്ടായിരുന്നെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. ഓഹോ, ചീട്ടായിരുന്നെ താൻ ഡ്യൂട്ടി സമയത്ത് കളിക്കോ? അല്ല പിന്നെ? സാറേ. അശോകനോ? സാറേ കളിക്കങ്ങളെ. ആ ഒന്നിങ്ങോട്ട് വന്നേ. ഇതാ വരുന്നു. വക്കീൽ സാറേ. വരുന്നോ? എന്നതാ വെച്ചു. സാറേ സാറേ വരുന്നു. സാറേ ഇയാൾ കൈക്കറി കഴിക്കാതെ കാര്യം പറ. ആദ്യം കളി തീർക്കും, എന്നിട്ട് പറയാം. അതെ, എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇങ്ങോട്ട് നോക്കിയേ. ഈ പെണ്ണിനെ കെട്ടിക്കാൻ ആ കൗണ്ടർ താലി ഞാത്തിക്കൊണ്ട് നടക്കുന്നതിനിടയിലേക്ക് എന്നെ എന്തിനാ പിടിച്ചിട്ടത്? അവളെ അവന് പിടിച്ച് കെട്ടിച്ചു കൊടുക്ക് സാറേ. ഞാൻ പോവാ. ഇപ്പൊ എന്താ ഉണ്ടായേ? ഇതെന്താ നെറ്റ് മുറിഞ്ഞോ? ഇല്ല, കണ്ണ് കിട്ടാതിരിക്കാൻ ഒട്ടിച്ചു വെച്ചിരിക്കുക. ഷോ ഷോ. ഓ അത് ശരി, ഞാൻ വിചാരിച്ചു മുറിഞ്ഞതാണെന്ന്. ഇതേ കളിക്കരുത്. എന്റെ കൈയും കാലും കെട്ടി ആ പത്മവ്യൂഹത്തിലോട്ട് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് ഇപ്പൊ എന്താ പറ്റിയെന്നോ? ഓ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് നാട് വിട്ടോണമെന്ന് പറഞ്ഞ അവന്മാർ എന്നെ ഇടിച്ചത്. ഇനി എന്തൊക്കെ സംഭവിക്കുമോ ആർക്കറിയാം. അന്നൊരിക്കൽ അവന്മാര് രാജവല്ലിയെ വഴി തടഞ്ഞു നിർത്തിയപ്പോ താൻ വലിയ സിനിമാ സ്റ്റൈലിൽ അവരെ ഇടിച്ചോടിച്ചല്ലോ. ഇന്ന് തേയില കൂടെ പോയി. ഒരിക്കൽ ചക്ക വീണ് മുയൽ എത്തുന്നു കരുതി എന്നും ചാവാ മുയൽ നിന്ന് വരുമോ? അന്നൊരു ആവേശത്തിന് അങ്ങനെ ചെയ്തു പോയി എന്ന് കരുതി ഒരു സ്ട്രീറ്റ് റൗഡിയെ പോലെ എന്നും ഞാൻ തെരുവിൽ കിടന്ന് അടിക്കണമെന്നാണോ സാർ പറയുന്നത്? വേറെ ആർക്കും വേണ്ടി അല്ലല്ലോ അശോക, കെട്ടാൻ പോകുന്ന പെണ്ണിന് വേണ്ടിയല്ലേ. അവളുടെ മാനം കാക്കാൻ കഴിവില്ലേ, പിന്നെ എന്തിനാടോ മൂക്കിന് താഴെ മീശം വെച്ച് നടക്കുന്നത്? എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഞാൻ ഇടഞ്ഞാൽ ഗുരുവായൂർ കേശവനേക്കാൾ മോശമാ. അതാരാ ഈ ഗുരുവായൂർ കേശവൻ? ഓ അത് പറഞ്ഞൂടെ? ഇല്ല. അതൊരാനയാ. ഓ അത് ശരി. അയ്യേ, താൻ മാന്യമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറ, ഞാൻ കൂടെ നിൽക്കാം. ഇതൊരുമാതിരി ഭീകരി പിള്ളേരെ പോലെ നോക്കി പിച്ചി നുള്ളി വാന്തി. അയ്യേ സാറേ, ഇതത്ര നിസ്സാരമായി തള്ളിക്കളയരുത്. ഇതൊക്കെ അനുഭവിച്ചോണ്ട് എനിക്ക് ഇവിടെ കഴിയേണ്ട അശോക, കാര്യം. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി താൻ പോവോ പോവാതിരിക്കുക എന്താന്ന് വെച്ചാ ചെയ്തു. സാർ ഒന്നുകൂടെ ആലോചിച്ച്. താൻ എവിടെങ്കിലും പോയി തൊലയോടോ. അളിയ എന്താ ഇത്? കാലുവിട്. കാലുവിടാൻ രാവിലെ തന്നെ കാല് വാരുവാന്നു. കാല് വാരിയല്ല അളിയ, ഞാൻ സാഷ്ടാംഗ പ്രണാമം നടത്തിക്കൊണ്ടിരിക്കുക. കാലെന്ന് വിടാൻ. അളിയ ഞാൻ പറയുന്ന കേക്ക്. അളിയ കേക്ക്. ഓ അടുത്ത മാരം. ഇങ്ങോട്ട് മാറിയിരിക്കും. നിനക്ക് കുഞ്ഞുനാളില് കേക്ക് എന്ത് ഇഷ്ടായിരുന്നോ? ഭാമയെ കല്യാണം കഴിച്ച് ഒന്നാം വിരുന്നിന് വന്നപ്പോ 1 കിലോ കേക്കും കൊണ്ടല്ലേ ഞാൻ വന്നത്. നിനക്ക് ഓർമ്മയില്ലേ? പച്ച കള്ളം. സത്യമാ. അന്ന് നിങ്ങൾക്ക് മോഷണം ഉണ്ടായിരുന്നോ? അല്ല, 1 കിലോ കേക്ക് എന്നൊക്കെ പറഞ്ഞോണ്ട് ചോദിച്ചതാ. അങ്ങോട്ട് പറഞ്ഞില്ല.
അശോക, നമുക്ക് കൗണ്ടർ മാമന്റെ വീട്ടിലേക്ക് പോവാൻ തീവണ്ടിക്ക് സീറ്റ് ബുക്ക് ചെയ്യണ്ടേ? നമുക്കോ? നമുക്ക് ബുദ്ധിമോശമല്ലോ സംഭവിച്ചിനി ഞാൻ പോകേണ്ടി വന്നാലും തമ്മി കണ്ട തല തല്ലി കീറാൻ നിൽക്കുന്ന നിങ്ങളെ കൊണ്ടുപോകുന്ന പ്രശ്നമേ ഇല്ല. അയ്യോ, ഞങ്ങൾ തമ്മിൽ എന്ത് സ്നേഹത്തിലാണെന്നറിയൂ. പിന്നെ ഞങ്ങൾ ഇന്നലെ ഒരു പാത്രത്തിൽ നിന്നല്ലേ ഊണ് കഴിച്ചത്. നോക്കിക്കോ. ഞങ്ങൾ തമ്മിൽ ഒരു പിണക്കവും ഇല്ല. ഓ, ഈ ചേട്ടന്റെ ഒരു സ്നേഹം. കണ്ട കിസ് ചെയ്യണ കണ്ട. അങ്ങനെ സംഭവിച്ചാൽ ശിക്ഷിക്കണം. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും വിവരവും വിദ്യാഭ്യാസമുള്ള നീ ശിക്ഷിക്കണം. എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എന്തും ചിലപ്പോ ദേഷ്യം വന്നാൽ പുളിച്ച തെറി വിളിച്ചെന്നിരിക്കും. ആഹാ, അതൊരു ആനന്ദ ഭൈരവി രാഗം പോലെ ഞാൻ ആസ്വദിക്കും. ചിലപ്പോ ക്രൂരമായി തല്ലിയെന്നിരിക്കും. അതൊരു ഗുരുദക്ഷിണയായിട്ട് ഞാൻ എടുക്കും. പിടലിക്ക് പിടിച്ച് പുറത്താക്കിയാലോ? ഞങ്ങൾ പുറകിലാകും. പൊന്നളിയ, കൗണ്ടർ മാമന്റെ വീട്ടിലേക്ക് നമുക്ക് എന്നാ അളിയാ പോവേണ്ടത്? തൽക്കാലം നമ്മൾ പോകുന്നില്ല. കൊളമാക്കിയല്ലോ. ഇത്